ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ RRB JEE നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ ഒരു സീരീസിലെ അടുത്തൊരു വീഡിയോ ആണ് പോസ്റ്റ് പ്രിഫറൻസ് എന്നുള്ളത്. ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഗ്രാജുവേറ്റ്സിനുള്ള പോസ്റ്റ് പ്രിഫറൻസ് വീഡിയോ ആണ്. എന്നാൽ ഇതേ വീഡിയോ മെക്കാനിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്കും ഒക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സുകാർക്ക് ഒരേപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. ഡെഫിനറ്റ്ലി സിവിലുകാർക്ക് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല, ബാക്കി എല്ലാ ബ്രാഞ്ചസും ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ബ്രാഞ്ചസിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും പ്രിഫറൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ റീജിയൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ റീജിയൻ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിലൊക്കെ ഞാൻ കൃത്യമായിട്ട് ഈ സോണിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഏറ്റവും നല്ല റീജിയൻസിൽ ഒന്നെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് ചെന്നൈ റീജിയൻ തന്നെയാണ്. സോ ചെന്നൈ റീജിയനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. ട്രിവാൻഡ്രത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, ഇനി ആർക്കെല്ലാം അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ചെന്നൈ വേഴ്സസ് ബാംഗ്ലൂർ കൺസിഡർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ചെന്നൈക്ക് തന്നെയാണ് അപ്പർ എഡ്ജ് ഉള്ളത്. അതുകൊണ്ടാണ് ചെന്നൈ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. പിന്നെ സിവിലിൻ്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു സെക്കന്ദരാബാദ് എന്ന് പറയുന്നൊരു കേസ് കഴിഞ്ഞ വെബിനാറിൽ ഞാനത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് RRB JEEയുടെ പ്രിഫറൻസ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെന്നൈ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചെന്നൈ റീജിയനിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം 18 പോസ്റ്റുകളിലേക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം 18 പോസ്റ്റുകളിലേക്ക് പ്രിഫറൻസ് കൊടുക്കാം. അതേസമയം മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം 15 പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, മെക്കാനിക്കൽ കഴിഞ്ഞ ആളുകൾക്ക് 15 പോസ്റ്റിലേക്കാണ് പ്രിഫറൻസ് കൊടുക്കാനുണ്ടാവുക. ഇലക്ട്രിക്കലിൽ 18 ആളുകൾക്ക് 18 കാറ്റഗറിയിൽ എന്ത് ചെയ്യാവുന്നതാണ്, പ്രിഫറൻസ് കൊടുക്കാനുണ്ടാവും കേട്ടോ. പ്രിഫറൻസ് കൊടുക്കാനുണ്ടാവും. ഓക്കെ, ഇലക്ട്രിക്കലിന് 18, ഇലക്ട്രിക്കലിനും അതേപോലെ തന്നെ ട്രിപ്പിളിക്കും അതേപോലെ തന്നെ ECക്കും ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും 18 പ്രിഫറൻസ് കൊടുക്കാനുണ്ടാവും. എന്നാൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് 15 പോസ്റ്റുകളിലേക്കും ആയിരിക്കും പ്രിഫറൻസ് കൊടുക്കാനുണ്ടാവുക. സോ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഏതൊക്കെ പോസ്റ്റുകളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറയാണ്. JEE പോസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഡിസൈൻ ഡ്രോയിങ് ഉണ്ട്, ഡിസൈൻ ഡ്രോയിങ് ആൻഡ് R&D ഉണ്ട്. അതേപോലെ ജനറൽ സർവീസ്, EMU ആൻഡ് TRS, TRD, വർക്ക്ഷോപ്പ്, PWay ബ്രിഡ്ജ് നമുക്ക് ഇലക്ട്രിക്കലിനുള്ളതല്ല. ദെൻ സിവിലിൻ്റെത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, വർക്ക്സ് R&D, അത് സിവിൽ തന്നെയാണ്. ട്രാക്ക് മെഷീന്, കാരേജ് ആൻഡ് വാഗൻ R&D, ഡിസൈൻ ഡ്രോയിങ് ആൻഡ് പ്രൊഡക്ഷൻ മെക്കാനിക്കൽ വരുന്നുണ്ട്. അതേപോലെ ഡിസൈൻ ഡ്രോയിങ് വർക്ക്ഷോപ്പ്, ഡീസൽ ഷെഡ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡീസൽ ഷെഡിൽ വരുന്നുണ്ട്. അതേപോലെ വർക്ക്ഷോപ്പിൽ ടെലികമ്മ്യൂണിക്കേഷനിൽ, സിഗ്നലിൽ, വർക്ക്ഷോപ്പിൽ DMS, ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻ്റ്. ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അപ്ലൈ ചെയ്യാവുന്നത്. ഈ 18 പോസ്റ്റുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, വേക്കൻസി കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കേട്ടോ. അതായത് നമ്മൾ കൂടുതൽ വേക്കൻസി ഉള്ളതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർക്കിനനുസരിച്ച് നമുക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ വേക്കൻസി കൂടി നമ്മുടെ കൺസിഡറേഷനിൽ വരണം. പിന്നീട് കൺസിഡറേഷനിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, പല ആളുകളും മിസ് ചെയ്തു പോകുന്നൊരു ഘടകമുണ്ട്. അത് മറ്റൊന്നുമല്ല, മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്. അതായത് നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ മതിയാവുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, നിങ്ങളുടെ വിഷനൊക്കെ ഓക്കെയാണ്, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഡിസബിലിറ്റീസും ഇൻ ടേംസ് ഓഫ് വിഷനിലില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഒരു നോർമൽ സ്റ്റുഡൻറ്റ്, അതായത് സ്പെക്സ് ഒന്നും ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ വിഷനൊക്കെ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ വിഷന് ചെറിയ പ്രശ്നങ്ങളുള്ള സ്പെക്സ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇതിലേത് മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ കുറേ സ്റ്റാൻഡേർഡുകൾ കണ്ടപ്പോൾ കുറേ പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംശയങ്ങൾ ചോദിച്ചതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓരോന്നിലും ഉണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അങ്ങനെ ഓരോന്നിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല. നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A3 ആണ് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, എന്താ പറയുക, ഏറ്റവും ഹൈ ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് A3 ആണ്. എല്ലാ പോസ്റ്റിലേക്കൊന്നും A3 വേണ്ട കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരാളാണെങ്കിൽ എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് എല്ലാ പോസ്റ്റിലേക്കും നമുക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. എന്നാൽ B1ലേക്ക് വരുന്ന ആൾ, B1 മെഡിക്കൽ സ്റ്റാൻഡേർഡിലുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്ത് കൊടുക്കാൻ പാടില്ല, അയാൾ A3 കൊടുക്കാൻ പാടില്ല കേട്ടോ. അയാൾ A3 സ്റ്റാൻഡേർഡുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. എന്നാൽ B1 ഉള്ള ആളുകൾക്ക് B2 B3 എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. A3 ഉള്ള ആളുകൾക്ക് എല്ലാം അപ്ലൈ ചെയ്യാം. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന A3 അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ബാക്കിയെല്ലാം അപ്ലൈ ചെയ്യാം. B2 ആണെങ്കിൽ അവർക്ക് B2 C1 അപ്ലൈ ചെയ്യാം. C1 ആണെങ്കിൽ C1 മാത്രം അപ്ലൈ ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഓരോന്ന് പോയി ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കണ്ണിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷന് യാതൊരു പ്രോബ്ലം ഇല്ല, നോർമൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ A3 തന്നെ ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും സംശയമുള്ളവർ മാത്രം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തൊന്നും ആവശ്യമില്ല കേട്ടോ. പലരും ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലൈ ചെയ്യുന്ന സമയത്തൊന്നും ആവശ്യം വരുന്നില്ല. അതൊക്കെ മെഡിക്കലിൻ്റെ സമയത്ത് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ള ആളുകൾ മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാനാണ് ഞാൻ പറയുന്നത്. കാരണം അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ള രീതിയിൽ. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കൂടി നിങ്ങൾ നോക്കണം. സോ ആ ഒരു ക്രൈറ്റീരിയ കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ. നിങ്ങൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ വരുന്നില്ലെങ്കിൽ ആ പ്രിഫറൻസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവിടെ ആ പ്രിഫറൻസ് നിങ്ങൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ അവിടെ പോകുമ്പോൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വന്നില്ലെങ്കിൽ ആ പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. മറ്റുള്ള പോസ്റ്റുകളിലേക്ക് ഓൾറെഡി വേക്കൻസിയൊക്കെ ഫിൽഡായി പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവസരം നഷ്ടപ്പെട്ടു പോകാനും ചെറിയൊരു സാധ്യതയാണ് അവിടെ ഉള്ളത്. സോ അങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡിലുള്ള പോസ്റ്റുകളിലേക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോസ്റ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇതിനെ ഈ ഒരു എന്താ പറയുക പോസ്റ്റ് പ്രിഫറൻസിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ആദ്യം ഞാനിവിടെ 4 കോളംസ് ആക്കിയിട്ടും 5 കോളംസ് ആക്കി മാറ്റിയിട്ടുണ്ട്. പോസ്റ്റഡ്, സബ് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്, പ്രയോറിറ്റി. അതിൽ പ്രയോറിറ്റി എന്ന് പറയുന്നിടത്ത് മാത്രം ഞാനൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഓപ്ഷൻ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജിലേക്കൊക്കെ അഡ്മിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്യാറില്ല, അതേപോലെ നമ്മൾ ഓപ്ഷൻ ഫില്ലിങ് നടത്താൻ പോകുന്നത് ഈ പ്രയോറിറ്റി എന്ന് പറയുന്ന കോളത്തിലാണ്. സോ ഞാൻ ഈ ഒരു PDF വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ജസ്റ്റ് ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് ആ പ്രയോറിറ്റി കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലിക്കേഷനിൽ പ്രിഫറൻസ് കൊടുക്കാൻ പാടുള്ളൂ. കാരണം പ്രിഫറൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാധിച്ചേക്കാം. കാരണം നമ്മളതിൽ അവർ പറഞ്ഞിരിക്കുന്നത് RRBയുടെ വെബ്സൈറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് ചൂസൺ RRB ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നെയിം, ഇമെയിൽ ID, ഫോൺ നമ്പർ, ബാക്കിയൊക്കെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ചേഞ്ച് ആക്കാമെന്നാണ് അവർ പറഞ്ഞത്. എന്നിരുന്നാലും നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രിഫറൻസിലേക്ക് വരാം. പ്രിഫറൻസിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക്കലുകാർക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാം? ഇലക്ട്രിക്കലുകാർക്ക് ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഇലക്ട്രോണിക്സും പിന്നെ DMS എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ട്രാക്ക് മെഷീനിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലിൽ തന്നെ കൊടുക്കുന്നതാണ് ഒരു നോർമൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഞാനൊരു നോർമൽ സ്റ്റുഡൻ്റ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇലക്ട്രിക്കൽ ഇപ്പോൾ കഴിഞ്ഞൊരു 1-2 വർഷത്തിനുള്ളിൽ പാസ് ഔട്ടായി എന്താ പറയുക ഒരു ജോബിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇലക്ട്രിക്കലിൻ്റെ കോർ ഫീൽഡുകളിലേക്ക് തന്നെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. വലിയൊരു കരിയറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഞാൻ മറ്റൊരു കാറ്റഗറി പറയുകയാണ്. ഇപ്പോൾ ഗേൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് കംഫേർട്ട് വേണ്ട ആളുകളുണ്ട്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഫീൽഡ് തന്നെയല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് സെക്ടർ ജോബ് എന്ന പ്രയോറിറ്റി കൊടുക്കുന്ന ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു രീതിയിലൂടെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ 2 രീതിയിൽ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ഈ ഫോമിൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 2 രീതിയിൽ ഇത് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ഒന്ന് ഞാൻ പറഞ്ഞു നോർമലായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കംഫേർട്ടിനനുസരിച്ച് ചെയ്യേണ്ട രീതി. മൂന്നാമത്തെ രീതി കൂടി ഉണ്ട്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് കംഫേർട്ട് നോക്കണ്ട, നമ്മൾ കോർ ഫീൽഡ് വേണ്ട, നമുക്ക് ഈ ജോബ് കിട്ടിയോ മതിയാവുള്ളൂ, ആ രീതിയുണ്ട്. അതായത് ഡെഫിനറ്റ്ലി മറ്റൊന്നുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ജോബ് മതി, അത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ജോബ് കിട്ടിയാൽ മതി, ഇതിലുള്ള 18 പോസ്റ്റിൽ ഒരു പോസ്റ്റ് നമുക്ക് കിട്ടിയാൽ മതി എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിലൂടെ നമുക്കിതിനെ പ്രീ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ കാറ്റഗറിയിൽ ഒരു നോർമലായിട്ടുള്ള ഒരു എന്താ പറയുക ജസ്റ്റ് BTech ലാസ്റ്റ് ഒരു 2 ഇയേഴ്സിനുള്ളിലൊക്കെ പാസ് ഔട്ടായി ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് അയാൾ പ്രിഫറൻസ് കൊടുക്കേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറിംഗ് എന്താ പറയുക എഞ്ചിനീയറിംഗിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഡിസൈനിങ് തന്നെയാണ് കേട്ടോ. ഡിസൈനിങ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്താണ് അതിനൊരു വാല്യൂ ഉണ്ട് എന്ന് മാത്രമല്ല, റെയിൽവേയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഡിസൈൻ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഓഫീസ് ഡ്യൂട്ടിയാണ് അവർക്ക് കിട്ടുന്നത്. ഇനി ചില ആളുകൾക്ക് ഉണ്ടാവും ഈ ഓഫീസ് ഡ്യൂട്ടി ഭയങ്കര എന്താ പറയുക ഇറിറ്റേറ്റിംഗ് ആയിട്ട് കുറച്ച് ഫീൽഡ് വർക്കൊക്കെ വേണമെന്നുള്ള ആളുകളാണെങ്കിൽ മറ്റൊരു ചോയ്സ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ ഞാനൊരു പ്രയോറിറ്റി ഒരു നോർമൽ സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഡെഫിനറ്റ്ലി ജൂനിയർ എഞ്ചിനീയർ ഡിസൈൻ ഡ്രോയിങ് R&D ആണ്, അതിൽ കൊടുക്കാം. അതേപോലെ തന്നെ ഡിസൈൻ ഡ്രോയിങ് പ്രൊഡക്ഷൻ യൂണിറ്റിൽ R&Dയിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ ഡിസൈൻ ഡ്രോയിങ് മെക്കാനിക്കൽ
മെക്കാനിക്കലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അത് കൊടുക്കേണ്ടതെന്ന് ഞാൻ ഇലക്ട്രിക്കലിൻ്റെ കേസിൽ നിങ്ങൾ പ്രയോറിറ്റി എല്ലാ ബ്രാഞ്ചസുകാരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്രാഞ്ചസ് തന്നെ നിന്നുകൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ഇലക്ട്രിക്കലുകാർ ആദ്യം ഇലക്ട്രിക്കലിന് തന്നെ പ്രയോറിറ്റി കൊടുക്കുക, മെക്കാനിക്കലുകാർ മെക്കാനിക്കലിന് തന്നെ പ്രയോറിറ്റി കൊടുക്കുക, ഇലക്ട്രോണിക്സുകാർ ഇലക്ട്രോണിക്സിന് പ്രയോറിറ്റി കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മുടെ കോർ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പഠിച്ചിറങ്ങിയ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. ഡെഫിനറ്റ്ലി അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നിങ്ങൾ പിന്നീട് സർവീസിൽ നിന്നൊക്കെ മാറേണ്ടി വന്നാൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ റെയിൽവേ നിന്ന് ജോബ് റിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ എന്താ പറയുക എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളാണെങ്കിൽ അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള കാറ്റഗറി തന്നെ വരണം. അതേസമയം നിങ്ങൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരാൾ അൺഫോർച്ചുനേറ്റ്ലി ജോബിൽ നിന്ന് റിസൈൻ ചെയ്ത് വരുമ്പോൾ അയാൾക്ക് മെക്കാനിക്കലുള്ള സർവീസുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിനൊരു വാല്യൂ കുറവ് ഉണ്ടാവില്ലേ? ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിലവിൽ ജർമ്മനിയിൽ റെയിൽവേയുടെ റീസ്ട്രക്ചറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എഞ്ചിനീയേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർ പല ഫീൽഡിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലൊന്നും ആ ഒരു ജോബ് ഇല്ല അല്ലേ? ജോബ് ഉള്ളത് റെയിൽവേയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തന്നെയാണ്. സോ അവർക്കൊക്കെ അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കണം, റെയിൽവേയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഫീൽഡിലൊന്നും ഓപ്പർച്യൂണിറ്റി ലിസ്റ്റ് ഇല്ലാന്നൊന്നും വിചാരിക്കരുത്. നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല നല്ല കരിയർ ഓപ്ഷൻസുകളൊക്കെ സെലക്ട് ചെയ്യുക അല്ലേ? സോ ഞാനിവിടെ പറഞ്ഞ പോയിന്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് രണ്ട് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കും. പിന്നീട് നമുക്ക് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാവുന്നത് ജനറൽ സർവീസ് ഉണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്. ഇതെല്ലാം ഒരേ കാറ്റഗറി തന്നെ പെടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സൺഡേ ഹോളിഡേ അത് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ റീജിയൻസുകളൊക്കെ. ഇപ്പോൾ നമുക്ക് മൂന്നാമതായിട്ട് എന്ത് ചെയ്യാം, ജനറൽ സർവീസ് തന്നെ കൊടുക്കാം. നാലാമതായിട്ട് വർക്ക്ഷോപ്പ് കൊടുക്കാം. അഞ്ചാമതായിട്ട് നമുക്ക് EMU ആൻഡ് TRS കൊടുക്കാം. ഓക്കെ, ദെൻ TRD കുറച്ച് എന്താ പറയുക, കുറച്ചൊരു എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ കാറ്റഗറിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാറ്റഗറിയും നല്ലൊരു കാറ്റഗറി തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സോ ഇതാണ് നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ കേസിൽ നമുക്ക് കൊടുക്കാവുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ ചെറിയൊരു വ്യത്യാസം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി ആർക്കെങ്കിലും ഓഫീസ് ഡ്യൂട്ടി വേണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്ന ഒരു ജോബ് വേണ്ട, അങ്ങനെയുള്ള ഒരു കാറ്റഗറി ആണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡിസൈൻ ഡ്രോയിങ് എന്ന് പറയുന്നത് കുറച്ച് താഴേക്ക് നിങ്ങൾക്ക് മാറ്റാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം. അതായത് ജനറൽ സർവീസും വർക്ക്ഷോപ്പും EMU ആൻഡ് TRS ഒക്കെ നിങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, TRD അവിടെ തന്നെ വെക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. സോ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓപ്ഷൻസ് ഫില്ല് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ ഞാൻ രണ്ട് ഓപ്ഷൻസ് പറഞ്ഞു. ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഡിസൈൻ ഡ്രോയിങ്ങിന് ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ ഈ പറഞ്ഞ 1 2 3 4 5 6 എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്തും അതേപോലെ തന്നെയാണ്. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ പറഞ്ഞിരിക്കുന്ന പ്രയോറിറ്റി, അതായത് ഡിസൈൻ ഡ്രോയിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നില്ല കേട്ടോ. ഞാൻ ഈ മെക്കാനിക്കലുള്ളത് മെക്കാനിക്കൽ പിന്നെ ഒരു കാര്യം പറയാം. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾ പിന്നീട് രണ്ടാമത് പ്രയോറിറ്റി കൊടുക്കാവുന്നത് ഇലക്ട്രോണിക്സിനാണ് കേട്ടോ. അതിൻ്റെ കാര്യം എന്താണ്, അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ട്രിപ്പിൾ എന്ന് പറയുന്നതാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾ എവിടേക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക, ഇലക്ട്രോണിക്സിലേക്ക് പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് S&T ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൊടുക്കാവുന്നത് ടെലികമ്മ്യൂണിക്കേഷനും വർക്ക്ഷോപ്പുമാണ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ആ ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കാവുന്നത്. സിഗ്നൽസിൻ്റെ ഒരു കേസ് കൂടി ഞാൻ പറഞ്ഞുതരാം. സിഗ്നൽസ് അത്യാവശ്യം എന്താ പറയുക, അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പോസ്റ്റാന്ന് വേണമെങ്കിൽ പറയാം. കാരണം സിഗ്നൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫെയിലിയർ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പല അപകടങ്ങൾ സംഭവിക്കുന്നത്. ട്രെയിനിൽ അപകടങ്ങൾ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സിഗ്നൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെയിലിയറാണ്. അപ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ച് പ്രഷർ കൂടുതലായിരിക്കും. പക്ഷേ ഞാൻ ഒരു എഞ്ചിനീയർ, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറായിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് റെയിൽവേയിൽ സിഗ്നൽ എഞ്ചിനീയേഴ്സിന് നല്ല വാല്യൂ ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനെക്കാട്ടിലൊക്കെ നല്ല വാല്യൂ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കൂടുതൽ ആർക്കുണ്ട്, പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് സിഗ്നൽസിലുള്ള ജൂനിയർ എഞ്ചിനീയേഴ്സിന് ഉണ്ടാവാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടെ നിന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇൻ കേസ് നിങ്ങളൊരു ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഈസി പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽസും പ്രയോറിറ്റി ആയിട്ട് കാണാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പെർസ്പെക്റ്റീവ് അവിടെ ഉണ്ട്. കുറച്ച് എന്താ പറയുക പ്രഷർ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇവിടെയും നിങ്ങൾക്കൊരു ഓർഡറിനെ കുറിച്ചൊരു പ്രയോറിറ്റിയെക്കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഡെഫിനറ്റ്ലി നെക്സ്റ്റ് നമുക്ക് മെക്കാനിക്കലിലേക്ക് തന്നെ തിരിച്ചു വരാം. സോ മെക്കാനിക്കൽ നമുക്ക് കൊടുക്കാവുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പ്രയോറിറ്റി ആയിട്ട് ആദ്യം കൊടുക്കുന്നത് എന്ത് തന്നെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഡിസൈൻ ഡ്രോയിങ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം 2, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം 3, കാരിയേജ് ആൻഡ് വാഗൺ, പ്രൊഡക്ഷൻ യൂണിറ്റ്, ഡീസൽ ഷെഡ്,
അതേപോലെ ഡീസൽ ഷെഡ് ഇവിടെ നമുക്ക് ഇത് ഡീസൽ ഷെഡ് 2 കാറ്റഗറിയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഇതേ രീതിയിൽ എന്ത് ചെയ്യാം, പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യാത്ത 2 പോസ്റ്റുകൾ കൂടി ഉണ്ട്, അതോട് പറയാം. ട്രാക്ക് മെഷീൻ ആൻഡ് DMS, ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടൻ എന്ന് പറയുന്ന 2 പോസ്റ്റുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, പ്രയോറിറ്റി കൊടുത്തിട്ടില്ല. അതിൽ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ 2 ജോബുകൾ കമ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ DMS എന്ന് പറയുന്ന പോസ്റ്റ് ആക്ച്വലി എന്താ പറയുക, അതൊരു പ്യുവർ ടെക്നിക്കൽ പോസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് അതൊരു പ്യുവർലി ഒരു ടെക്നിക്കൽ പോസ്റ്റാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു പോസ്റ്റാണ് DMS എന്ന് പറയുന്നത്. കാരണം അത് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സ്റ്റോഴ്സിൻ്റെ സ്റ്റോക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊരു പ്യുവർ എന്താ പറയുക ഓഫീസ് ജോബായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതുമാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ജോബാണ്. അതായത് ഓഫീസ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോളിഡേയ്സിലൊക്കെ ലീവ് കാര്യങ്ങളൊക്കെ, നാഷണൽ ഹോളിഡേയ്സിലും സൺഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ലീവ് ലഭിക്കുന്ന പോസ്റ്റ് തന്നെയാണ് DMS എന്ന് പറയുന്നത്. എന്നാൽ ട്രാക്ക് മെഷീൻ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്ന ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത്, ട്രാക്ക് മെഷീനിൽ അത്യാവശ്യം എന്താ പറയുക ഹാർഡായിട്ടുള്ള ജോബാണ്. പൊതുവേ RRB ജൂനിയർ എഞ്ചിനീയേഴ്സിലെ ഏറ്റവും കടുപ്പുള്ള ജോബ് ആയിട്ട് പറയാറുള്ളത് ട്രാക്ക് മെഷീൻ ആണ് എന്നുള്ളത് കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് ഏറ്റവും ഹാർഡായിട്ടുള്ളതാണ്. ഫീൽഡിൽ ഒരുപാട് വർക്ക് ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ട്രാക്ക് മെഷീനിലുള്ള ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത്. എന്നാൽ അതിന് 2 പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ട്. 2 പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ട്, ഞാൻ പറയാം. ഒന്നാമത്തെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ട്രാക്ക് മെഷീനിലുള്ള ആളുകൾക്ക് സാലറി വളരെ കൂടുതലായിരിക്കും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെക്കാൾ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീനിലായിരിക്കും. സോ ജെഇമാരിൽ സാലറി കൂടുതൽ ലഭിക്കാൻ പോകുന്നത് ആർക്കായിരിക്കും, ട്രാക്ക് മെഷീനിലുള്ള എഞ്ചിനീയേഴ്സിന് തന്നെയായിരിക്കും. രണ്ടാമതൊരു സാധ്യത കൂടി പറയാം, ട്രാക്ക് മെഷീനിലായിരിക്കും കൂടുതൽ എഞ്ചിനീയേഴ്സ് വരാൻ സാധ്യതയുള്ളത്. അതെൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണ്. അതായത് ട്രാക്ക് മെഷീൻ കുറഞ്ഞ വേക്കൻസി അല്ല ഉണ്ടാകും, ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ്. മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺസിലേക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വേക്കൻസി കുറവുള്ള 1-2 വേക്കൻസിയുള്ള ഒരു പോസ്റ്റാണെന്ന് വിചാരിക്കാം, അവിടുന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത എന്താണ്, കുറവാണ്. എന്നാൽ ട്രാക്ക് മെഷീനിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ബൈ പ്ലേസസിലേക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് ട്രാക്ക് മെഷീനിലുള്ള ഒരു വലിയ പോസിറ്റീവ് സൈഡായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ പല പല പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ DMS വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾ വെച്ചോളൂ എന്നാണ് ഞാൻ പറയുക. DMS ഏറ്റവും ടോപ്പിൽ തന്നെ വെക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഓഫീസ് ഡ്യൂട്ടിയാണ് താല്പര്യമെങ്കിൽ. എന്നാൽ ട്രാക്ക് മെഷീൻ എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ട്രിക്കലേറെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇലക്ട്രിക്കൽ പോസ്റ്റുകളും ഇലക്ട്രോണിക്സ് പോസ്റ്റുകളും മെക്കാനിക്കൽ പോസ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ട്രാക്ക് മെഷീൻ വെക്കുക, അതാണ് ബെറ്റർ. DMS പോസ്റ്റ് ഏറ്റവും ടോപ്പിലേക്ക് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതായത് ഡിസൈൻ ഡ്രോയിങ് പോസ്റ്റുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എവിടെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ പോസ്റ്റ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന DMS എന്ന് പറയുന്ന പോസ്റ്റ് നമുക്ക് വെക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു, അതായത് DMSൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു എന്താണ്, അതൊരു ഓഫീസ് ജോബ് പോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷന്. ഇനി ഞാൻ മറ്റൊരു പെർസ്പെക്റ്റീവ് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഓഫീസ് ഡ്യൂട്ടി മതി, ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫീൽഡിലൊന്നും വർക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡിസൈൻ ഡ്രോയിങ്ങിൻ്റെ ആദ്യത്തെ 2 പോസ്റ്റുകൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത് DMS സെലക്ട് ചെയ്യാം കേട്ടോ. ഈ 2 പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് DMS സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം ഇവിടെയുള്ള എന്താ പറയുക വർക്ക്ഷോപ്പിലുള്ള ഡിസൈൻ ഡ്രോയിങ്ങിൻ്റെ 2 പോസ്റ്റുകളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 2 അല്ല 3 പോസ്റ്റുകളുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എവിടേക്ക് തിരിച്ചു വരിക, വീണ്ടും നമ്മൾ ഇലക്ട്രിക്കലിലുള്ള ജനറൽ സർവീസ് വർക്ക്ഷോപ്പ് EMU എടുക്കുക, TRD എടുക്കരുത് കേട്ടോ, TRD എടുക്കരുത്. അതിനുശേഷം ഇവിടേക്ക് വന്നിട്ട് കാരേജ് ആൻഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് ഡീസൽ ഷെഡ് വർക്ക്ഷോപ്പ് എന്നുള്ളതിലേക്ക് നമ്മൾ പോവാം. ഇവിടെയും വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലാസ്റ്റിലേക്ക് എടുക്കേണ്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് സിഗ്നൽ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക, അതേപോലെ തന്നെ TRDയും നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. ട്രാക്ക് മെഷീൻ ഒരു കാരണവശാലും നിങ്ങൾ ടോപ്പിൽ എവിടെയും വരാൻ പാടില്ല. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ് ട്രാക്ക് മെഷീൻ. ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്. ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റി വെക്കേണ്ടത് ട്രാക്ക് മെഷീൻ തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു പെർസ്പെക്റ്റീവ് പറയുകയാണ്. തേർഡ് ഒരു പെർസ്പെക്റ്റീവ്, 2 പെർസ്പെക്റ്റീവ് പറഞ്ഞു. നോർമൽ സ്റ്റുഡൻസിനുള്ള ഒരു പെർസ്പെക്റ്റീവും പറഞ്ഞു, ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവും പറഞ്ഞു. മൂന്നാമതൊരു പെർസ്പെക്റ്റീവ് കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ഡെഫിനറ്റ്ലി അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ജോബ് ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് പ്രയോറിറ്റി. ഏത് ഡിപ്പാർട്ട്മെൻറ്റ്, എനി ഡിപ്പാർട്ട്മെൻറ്റ്, എനിവെയർ ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വേക്കൻസി കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് കേരളം ചെന്നൈ മാറിയിട്ട് മുംബൈ പോലുള്ള റീജിയൻസിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് ചെന്നൈയിൽ തന്നെയാണ്
അപ്ലൈ ചെയ്യാനുള്ളതെങ്കിൽ നിങ്ങൾ നോക്കി, ഞാനിപ്പോൾ അറിഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള റിസോഴ്സസുകൾ പല വീഡിയോസുകളൊക്കെ നിങ്ങൾ പല ചാനലുകളിലും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കണ്ടിട്ടുണ്ടാവും. അതിനർത്ഥം ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയോറിറ്റി കൊടുക്കാതിരിക്കുന്ന അല്ലെങ്കിൽ ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കായിരിക്കും? ട്രാക്ക് മെഷീൻ ആയിരിക്കും. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് പറഞ്ഞു. ട്രാക്ക് മെഷീനെ കുറിച്ച് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. അതിന് നെഗറ്റീവായിട്ടുള്ളതെന്നല്ല, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ട്രാക്ക് മെഷീനാണ് നിങ്ങൾ സ്റ്റാർട്ടിങ് ഓപ്ഷൻസ് വെക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, സോ അതായത് നിങ്ങൾ ജോബിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കംഫർട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അല്ല, വേക്കൻസിയും അതേപോലെ കിട്ടാനുള്ള സാധ്യതയും നോക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ക് മെഷീനൊക്കെ എവിടെ കൊണ്ടുവരാവുന്നതാണ്? മുന്നോട്ട് കൊണ്ടുവരാവുന്നതാണ്. അതായത് അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ നോക്കിയിട്ട് വേക്കൻസി കൂടുതലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളോട് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ രീതിയിൽ നിങ്ങൾ ചൂസ് ചെയ്യുക. സോ ഞാനിവിടെ പല തരത്തിലുള്ള പെർസ്പെക്റ്റീവുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫൈനലി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങളെല്ലാവരും ഈ എഴുതിയിരിക്കുന്ന ഈ പോസ്റ്റുകളെല്ലാം ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഇതിൽ ഞാൻ എഴുതിയ പോലെ നമ്പേഴ്സുകൾ 1 2 3 4 5 അങ്ങനെ 18 വരെയുള്ള പോസ്റ്റുകൾ. അതിൽ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ 18 വരെയുള്ള പോസ്റ്റുകളിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സാധ്യത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. ട്രിവാൻഡ്രത്തിൻ്റെ കാര്യം ഞാനിവിടെ പറയാത്തതിൻ്റെ ഒരു കാര്യം നോക്കിയേ. ട്രിവാൻഡ്രത്ത് ആകെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്ന പോസ്റ്റുകളുടെ എണ്ണം 1 2 3 4 5 6 7 പോസ്റ്റുകളിലേക്ക് മാത്രമാണ്. അതിൽ തന്നെ ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഈ PV എന്ന് പറയുന്ന ഈ 2 കാറ്റഗറി വരുന്നില്ല. ഓക്കെ, ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 1 2 3 4 5 പോസ്റ്റുകളിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ തന്നെ ജനറൽ സർവീസിൽ 15, TRDയിൽ 17 ഉണ്ട്, അതേപോലെ മെക്കാനിക്കൽ കാരേജ് ആൻഡ് വാഗനിൽ 26 ഉണ്ട്, S&T ടെലികമ്മ്യൂണിക്കേഷനിൽ 9, അതേപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ സിഗ്നലിൽ 4 പോസ്റ്റ്. ഇത്രയും പോസ്റ്റുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണിക്സ് മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് ട്രിവാൻഡ്രത്തുള്ള ആകെയുള്ള 121 പോസ്റ്റുകളിൽ 50 പോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? 50 പോസ്റ്റുകളും ഈ പറഞ്ഞിരിക്കുന്ന സിവിൽ എഞ്ചിനീയേഴ്സിനാണ് പോകുന്നത്. ബാക്കി ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ബ്രാഞ്ചുകാർക്കാണ് ഇത്രയും വേക്കൻസീസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഇനി കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അതായത് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർഡ് ആണെങ്കിൽ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലുള്ള ആളുകളാണെങ്കിൽ, കേരളം തന്നെ മതി എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേരളം അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രാഞ്ചസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കലുകാർ ഇതിൽ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലത് ജനറൽ സർവീസ് തന്നെ കേട്ടോ. ജനറൽ സർവീസ് ആകുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാവുന്നത് S&T ടെലികമ്മ്യൂണിക്കേഷനിൽ പ്രയോറിറ്റി കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് TRDയിൽ പ്രയോറിറ്റി കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് കാരേജ് ആൻഡ് വാഗണിൽ കൊടുക്കാം. ദെൻ S&T സിഗ്നൽസിൽ നിങ്ങൾക്ക് കൊടുക്കാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്? ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഇത് കൃത്യമായിട്ട് ഓർഡർ നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കാരണം അങ്ങനെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അഥവാ അവർ കറക്ഷൻ വിൻഡോയിൽ ചിലപ്പോൾ സാധ്യതയുണ്ട്. കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കറക്ഷൻ വിൻഡോയിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടില്ല. പ്രയോറിറ്റിൻ്റെ കാര്യം മേ ബി ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്ത് പോയ ആളുകളുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇൻ കേസ് ആ സമയത്ത് ഈ വിൻഡോ റീഓപ്പൺ ആവുകയാണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. സോ എനിവേ എന്തായാലും നമ്മൾ പഠിക്കുക എന്നുള്ളതാണല്ലോ. ഇനി അതിന് നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഇപ്പോൾ നിലവിലൊരു ജോബൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആ ജോബിൽ നിന്നൊക്കെ മാറി നിന്ന് ലീവ് എടുത്തുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ഇനിയുള്ള ഓരോ നിമിഷവും നിർണായകമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. അവസരങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴൊക്കെയാണ് വരിക. ഒരുപാട് അവസരങ്ങളൊന്നും ഇപ്പോൾ എപ്പോഴും വരാറില്ല. അപ്പോൾ ഈ കിട്ടുന്ന അവസരം ഏറ്റവും എക്സ്ട്രീമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റാരും നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല. ഈ കോമ്പറ്റീഷനിൽ നിങ്ങളാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് മാത്രം ബോധർ ചെയ്തുകൊണ്ട് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കരുത്. നിങ്ങളാണ് ഈ എക്സാമിൽ ഏറ്റവും നിർണായകമായി തീരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷനിൽ ഏറ്റവും മികച്ച ഗൈഡൻസ് നൽകാനും ഏറ്റവും മികച്ച ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഇലക്ട്രിക്കലിൻ്റെ അതേപോലെ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞങ്ങൾക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും ഞങ്ങളുടെ ഓരോ ക്ലാസ്സസും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻട്രിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള RRB JEE ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.